Hello, dear students. Good morning. So, we have been discussing about Aristotle and his observations on poetry, particularly on tragedy and all that, for all these days. And today we are about to wind up this chapter with two small topics, which can be called as the last part of your chapter, that is observation on style and the value of his criticism. These two simple topics. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ, നമ്മൾ പ്ലേറ്റോയുടെ ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് പ്ലേറ്റോസ് ചാപ്റ്റർ. ദാറ്റ് വാസ് റിഗാർഡിങ് ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്, how one can improve his or her art of speaking or art of writing by following 4 simple tips അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് we can see what are the findings made by Aristotle regarding this speech or his comments on style, particularly on writing and speaking. സോ റൈറ്റിങ്ങിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഓഫ് പോയട്രിയെക്കുറിച്ചുള്ള എലമെൻറ്റ്സ് ഒക്കെ, അല്ലെങ്കിൽ പോയട്രി എന്താണ്, വാട്ട് ഈസ് ട്രാജഡി, വാട്ട് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ട്രാജഡി, വാട്ട് ഈസ് ഇറ്റ്സ് origin of 3 major aspects, major forms, that is tragedy, comedy and epic. Everything is dealt in his book called as, his seminal work called as Poetics. And we can see his concepts, his major aspects regarding or his comments on style is particularly mentioned in his another work called as Rhetoric. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റൈലിനെക്കുറിച്ച്, എഴുതുന്നതിൻ്റെ രീതിയെക്കുറിച്ച്, എങ്ങനെയൊക്കെ എഴുതണം ഭംഗിയായിട്ട്, എങ്ങനെയാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്ന പുസ്തകം റെട്ടറിക് എന്ന് പറയുന്ന ബുക്കാണ്. പോയറ്റിക്സിൽ പോയട്രിയുടെ ആർട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓർ ആർട്ട് ഓഫ് സ്പീക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് റെട്ടറിക് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിലാണ്, ഈ ഒരു വർക്കിലാണ്. സോ ഇൻ ബോത്ത് ഹീ ലേസ് ഡൗൺ ടു എസെൻഷ്യൽസ് ഓഫ് ഗുഡ് റൈറ്റിംഗ്. നല്ല റൈറ്റിങ്ങിന് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദേ ആർ ക്ലിയർനെസ് ആൻഡ് പ്രൊപ്രൈറ്റി. ക്ലിയർനെസ് ആൻഡ് propriety. What is meant by clearness? It's very much clear from that term itself, clear. Everything should have a clarity, or it should be intelligible, it should be comprehensible. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതുന്ന സംഭവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. മീനിങ് ഷുഡ് ബി കൺവേഡ് പ്രോപ്പർലി. So the object of writing being to communicate the writer's meaning, it has first to be clear or intelligible. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം, ഇൻ്റലിജിബിൾ ആയിരിക്കണം. എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് റൈറ്റർക്ക് സാധിക്കണം എന്നുള്ളതാണ് ക്ലിയർനെസ് എന്നതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത്. വാട്ട് ദ റൈറ്റർ ഇൻറ്റൻസ് ടു കൺവേ ടു ദ റീഡേഴ്സ്, ഇറ്റ് ഷുഡ് ബി കൺവേഡ് പ്രോപ്പർലി. There should be a clarity in that communication, in that writing. Thus we can satisfy the object of writing. ഇപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പറയുന്ന ആൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പറയുന്നതിന് അർത്ഥമില്ലാതായി പോകും, അത് എയിംലെസ് ആയി പോകും, ഒരു ഒബ്ജക്റ്റീവ് അല്ലാതെയായിട്ടത് മാറും, അത് ഒരു എവിടെയും കൊള്ളാതെ പോകുന്ന പോലെ ഇരിക്കും. അത് പറയുന്ന ആൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഈസ് മെൻ ബൈ ക്ലിയർനെസ്. ഇറ്റ് ഷുഡ് ബി ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിയർ ആസ് വെൽ ആസ് ഇൻ്റലിജിബിൾ. Meaning should be conveyed, and this meaning, it should be conveyed in different way. ഒരാളോടൊരു കാര്യം നമുക്ക് പല രീതിയിൽ ആയിരിക്കും പല സിറ്റുവേഷനിൽ പറയേണ്ടി വരിക. ചില സിറ്റുവേഷനിൽ വളരെ സൗമ്യമായിട്ടും ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ വളരെ ഗൗരവപൂർവ്വമായിട്ടും ഒക്കെ പറയേണ്ടതായിട്ട് വരും. ഇതുപോലെ തന്നെയാണ് ലിറ്റററി ഫോം എന്നും പറയുന്നത്. We can see different forms of literature, as in poetry or comedy or satire or tragedy or novel or short story, whatever it is. Everything has got a different form of conveying or communicating things to the readers. ഉപയോഗിക്കുന്ന എല്ലാം ഭാഷകളൊന്നായിരിക്കാം, പക്ഷെ അത് പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. അതിനെയാണ് പ്രൊപ്രൈറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊപ്രൈറ്റി, suitability. What is suitable for that? What is suitable to convey this meaning properly? ഈ കാര്യം അവതരിപ്പിക്കാനായിട്ട് ഏത് മാർഗമാണ് ഏറ്റവും ബെസ്റ്റ്?
That is meant by propriety. സോ ഈ രണ്ട് കാര്യങ്ങളാണ് ആദ്യമേ തന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ദാറ്റ് ഈസ് റൈറ്റിംഗ്, it should contain two important or a good writing should possess two important features, that is clearness and propriety. It should be clear and it should be according to the situation. It should be conveyed according to the situation. Suitability. നമ്മൾ ഓരോ സിറ്റുവേഷൻസിനും ഓരോ സർക്കംസ്റ്റൻസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ബിഹേവ് ചെയ്യുന്നതൊക്കെ. റൈറ്റിങ്ങിൻ്റെ മോഡ് ഡിസൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. So that's all about the first part. And when we move on to the second part, in the same paragraph, we can see that he gives some superb tips to make the writing, the literary writing beneficial. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്നത് ഫോർ ഇൻറ്റലിജിബിലിറ്റി, ടു മേക്ക് എവറിത്തിങ് ക്ലിയർ. നമ്മളൊരു കാര്യം ഏറ്റവും ക്ലിയർ ആയിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുമ്പോൾ വി യൂസ് ഓർ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് കറൻറ്റ് വേർഡ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് കറൻറ്റ് വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ വേണം നമ്മൾ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാനായിട്ട്, അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പത്രവാർത്തകൾ എടുക്കുകയാണെങ്കിൽ പത്രവാർത്തകൾ ഒരുപാട് സാഹിത്യീകരിച്ചൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന തരത്തിലാണ് അതിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക, വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതേസമയം ഒരു ലിറ്റററി വർക്കിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ജസ്റ്റ് കൺസിഡർ പോയട്രി ഓർ എ നോവൽ. ഒരു ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. വി ക്യാൻ സീ തിങ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഒരു കാര്യം പ്ലെയിൻ ആയിട്ട് പറയുന്നതിലല്ല ലിറ്ററേച്ചർ ഇരിക്കുന്നത്, അത് കുറച്ചൊന്ന് വളഞ്ഞു പറയുന്നതിലാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ സാഹിത്യ ഭംഗി ഇരിക്കുന്നത്. സോ ഹി സേസ് ദാറ്റ് writing being an art, it should be aimed at dignity and charm also. These are best attained by use of unfamiliar words. അധികം ആരും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അധികം ഫെമിലിയർ അല്ലാത്ത, പരിചിതമല്ലാത്ത വാക്കുകളിലൂടെയാണ് റൈറ്റിങ്ങിലൂടെ നമ്മൾ എഴുതേണ്ടത്, കാണിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് റൈറ്റിംഗ് ഈസ് ആൻ ആർട്ട്. ഹി സ്പീക്സ് അബൌട്ട് ഗുഡ് റൈറ്റിംഗ്, ഗുഡ് ലിറ്റററി റൈറ്റിംഗ്. So a good writing or writing, considering writing as an art, one should aim at its dignity and charm. It should be appealing. It should has got a grandeur in it. It should be very much eloquent and elegant. അപ്പം അത്രയും ഭംഗിയായിട്ട് അത്രയും ശ്രേഷ്ഠമാക്കി അത് മാറണമെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് അൺഫെമിലിയർ ആയിരിക്കണം. എന്തൊക്കെ അൺഫെമിലിയർ വേർഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത്. First one is archaic words. Archaic words like thee, thou, thy. ഇതൊക്കെ ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഴയ വാക്കുകളാണ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രയോഗങ്ങളാണ്. ഓൾ ദീസ് ആർക്കൈക് വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ്. ഓർ വി ക്യാൻ യൂസ് സം ഫോറിൻ words from other languages, even if it is an English poem, in order to make it much more, in order to embellish or in order to decorate, ornament it, one can use French or Italian languages, Italian words or terms. Dialect words, newly coined words that have an element of surprise and novelty in them. അപ്പോൾ ഇതുപോലുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള അധികമാരും കേൾക്കാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മനോഹരമായിട്ട് ആ റൈറ്റിങ്ങിനെ മാറ്റാനായിട്ട് സാധിക്കും. പല ഈ പറയുന്ന പോലുള്ള പരീക്ഷണാർത്ഥം പല സിനിമകളിലായിക്കോട്ടെ, പല നോവൽസിലായിക്കോട്ടെ, ഡയലക്ട്സ് യൂസ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഡയലക്റ്റ് ഓർ കൊച്ചി ഡയലക്റ്റ് ഓർ കോട്ടയം ഡയലക്റ്റ് ഓർ കണ്ണൂർ ഡയലക്റ്റ്, അപ്പോൾ തൃശ്ശൂർ ഡയലക്റ്റ്, പല റീജിയനെ ബേസ് ചെയ്തിട്ട് ലാംഗ്വേജിൽ പല ഡിഫറൻസിയേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റീജിയണൽ വേരിയേഷൻ ഓഫ് ദ സെയിം ലാംഗ്വേജ് ഇസ് കോൾഡ് ആസ് ഡയലക്റ്റ്. എന്തുവാ, എന്തല്ല, എന്തുട്ടാ, അതുപോലെ തന്നെയുള്ള പല പ്രയോഗങ്ങളും. ഇത് ജസ്റ്റ് ടേംസ് ആണെങ്കിൽ ചില പ്രയോഗങ്ങൾ കേട്ടാൽ മറ്റൊരാൾക്ക് മനസ്സിലാവുകയില്ല. അപ്പം അങ്ങനെ മനസ്സിലാകാത്ത ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതെന്താണെന്ന് അറിയാനും അതിലൊരു ആകാംക്ഷയൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരും. ദർബൈ വി ക്യാൻ ഓർ വൺ ക്യാൻ ക്രിയേറ്റ് റിച്ച്നെസ് or grandeur to that particular writing. So dialect words or newly coined words that have an element of surprise and novelty, a kind of newness, it will attain a kind of newness, ഒരു പുതുമ അതിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും.
എല്ലാവരും പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലയായിട്ട് മാറില്ല. അതിൽ വ്യത്യസ്തത വേണം. For the same reason, the metaphorical use of words conveying a hidden resemblance between things apparently dissimilar is to be preferred to the plain. It partakes both of the familiar and the unfamiliar. It looks like familiar because all men in the ordinary speech make use of metaphors, and unfamiliar because it often discerns resemblances of a surprising nature. A perfect poetic style uses words of all kinds in a judicious combination. All the same, compound words are best suited to the lyric, which strives after ornamental, rare or unfamiliar words to the epic, which needs to be stately in expression, and the metaphorical language to the drama, which keeps as close as possible to everyday speech. ഈ ഒരു ഭാഗത്ത് മെറ്റഫറിക്കൽ യൂസ് ഓഫ് വേർഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഈ പാരഗ്രാഫിൻ്റെ എൻഡ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കമ്പാരിസൺ അല്ലേ, എന്താണ് മെറ്റഫർ എന്ന് പറയുന്നത്? Metaphor, we know that it is a figure of speech, or simile, we know that it is again a figure of speech. What is this figure of speech basically doing? ഉപമ, രൂപകം, ഇതൊക്കെ ബേസിക്കലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? We are using, or the poet is making a sort of comparison. ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുകയാണ്. ഒന്ന് മറ്റൊന്നിനെ പോലെയെന്നോ ഒന്ന് മറ്റൊന്നാണെന്നോ പറയുകയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളെ അവിടെ കൂട്ടിക്കെട്ടുകയാണ്. ഒന്ന് പരിചിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, രണ്ടാമത്തേത് അപരിചിതമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം. വളരെ പരിചിതമായിട്ടുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഓട്ടം സീസണെ കീറ്റ്സ് വളരെ മനോഹരമായിട്ട് തൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട്, ജീവിതത്തിലൊരു കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്തു. We got the poem Ode to Autumn, which can be read in multiple levels, which we can compare it to our own life, the autumn season in our own life, the autumn, the time of maturity in Keats' poetic career, the time that he is nearing his end. We can compare autumn to his expectation of winter, compared to his physical health. അപ്പോൾ പല രീതിയിൽ നമുക്ക് ആ ഒരു ഓട്ടം സീസൺ അവിടെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓട്ടം കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ വിൻ്റർ വരുന്നുണ്ട്. വിൻ്റർ വിച്ച് സിഗ്നിഫൈസ് ഡെത്ത്, ഓട്ടം വിച്ച് സിഗ്നിഫൈസ് fall, birches. We can take Robert Frost birches മരം ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നതിനെ he had compared it to a lady or to a girl who has kept her hair for drying in the sun. മുടി ഇങ്ങനെ വെയിലത്ത് ഉണക്കാനായിട്ട് കുളിച്ചു വന്നിട്ട് മുടി ഇങ്ങനെ വിരിച്ച് ഡ്രൈ ചെയ്യുന്ന ഒരു ഗേളായിട്ടാണ് ബിർച്ച് ട്രീ, വളഞ്ഞു നിൽക്കുന്ന ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിർച്ച് ട്രീനെ അദ്ദേഹം കമ്പയർ ചെയ്തത്. സോ ദാറ്റ് ഈസ് എ കോമൺ, ദാറ്റ് മേ ബി എ കോമൺ സൈറ്റ് ദാറ്റ് ലേഡീസ് ഓർ ഗേൾസ് വിൽ യൂസ് ടു ഡു. തല കുനിച്ച് നിന്നിട്ട് തോർത്തുകൊണ്ട് നമ്മൾ മുടി ഉലർത്തുക എന്ന് പറയില്ലേ, കുടയുക, അതിലെ വെള്ളം കളയുക കുളിച്ചതിന് ശേഷം. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനെയാണ് ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിർച്ച് കണ്ടപ്പോഴത്തേക്കും, ബിർച്ചസ് ട്രീസ് കണ്ടപ്പോൾ കവിക്ക് ഓർമ്മ വന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. Or in Donne's poem we can see a very difficult sort of comparison. We call it, or we have learned it as metaphysical conceits. Compass, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയത്തെ അതിലൊരു കോമ്പസ് ആയിട്ടാണ് അവരെ കമ്പയർ ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ആൻ അൺഫെമിലിയർ കമ്പാരിസൺ ദാറ്റ് ഈസ് മെയ്ഡ്, ഓർ എ ഫാർ ഫെച്ച്ഡ് ഇമേജ് that was not common during that period, or that was not common in poetry. So there all we can see that one familiar thing is compared with an unfamiliar thing. അപ്പോൾ അവിടെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അവിടെ കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. സോ ഇവിടെ ഈ മെറ്റഫർ യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ബോത്ത് ഫെമിലിയർ ആൻഡ് ദ അൺഫെമിലിയർ തിങ്. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സ്പീച്ച് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പല മെറ്റഫേഴ്സ് നമുക്ക് കിട്ടും. പോത്തുപോലെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പോത്തുപോലെ കിടന്നുറങ്ങുകയാണെന്ന് പറയുമ്പോഴത്തേക്കും രാവിലെ കേട്ട് എഴുന്നേൽക്കുന്നതിനൊരു മെറ്റഫറായിട്ടാണ്. ഒരു പോയട്രിയിൽ, ഒരു പെർഫെക്റ്റ് പോയട്രിയിൽ വി ക്യാൻ സീ ദ പോയറ്റ്, he will use everything, all sorts of words. ഈ പറയുന്ന ആർക്കൈക് വേർഡ്സ് ആയിക്കോട്ടെ, ഫോറിൻ വേർഡ്സ് ആയിക്കോട്ടെ, ഡയലക്റ്റ് വേർഡ്സ് ആയിക്കോട്ടെ, ന്യൂലി കോയിൻഡ് വേർഡ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ജുഡീഷ്യസ്ലി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ പെർഫെക്റ്റ് പോം.
വളരെ ഈക്വലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കണം. ഒന്നും കൂടാനും പാടില്ല, നല്ലൊരു കറി വെച്ച പോലെ ആയിരിക്കണം. ഒന്നും കൂടാനും പാടില്ല, ഒന്നും കുറയാനും പാടില്ലാത്ത രീതിയിൽ പാകത്തിനെല്ലാം ഒരുപോലെ കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് പോയം വുഡ് ബിക്കം എ റിച്ച് വൺ വിത്ത് എ ലോട്ട് ഓഫ് റിച്ച്നെസ് ഇൻ ഇറ്റ്. It could be enjoyed more vividly than anything else. He says that compound words are best for lyric and rare or unfamiliar words are best for epic and drama. It can follow metaphorical language. അപ്പോൾ ഓരോ തരത്തിലുള്ള റൈറ്റിങ്ങിനും ഓരോ ഫോമിനും ഓരോ രീതികളാണ് നല്ലത്. എല്ലാത്തിനും ഒരു രീതി തന്നെ നല്ലതാവില്ല. ലിറിക് കാവ്യാത്മകമായി എഴുതുന്ന കവിതകളാണെങ്കിൽ ദ ബെസ്റ്റ് വേർഡ്സ് ആർ ദ കോമ്പൗണ്ട് വേർഡ്സ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ എപ്പിക് which is the much elevated writing style which speaks about noble men, there one can use rare or unfamiliar words. And for drama one can use metaphorical language. കാരണം ഡ്രാമ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഓർഡിനറി സ്പീച്ചായിട്ട് ഡേ ടു ഡേ സ്പീച്ചായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾസോ മെൻ ഫോർ പെർഫോമൻസ്, സോ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് മെറ്റഫറിക്കൽ ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. Through poetics, Aristotle had established the different aspects or his major concerns regarding poetry as well as tragedy. In this work, that is rhetoric, we can see he had focused on prose and style in general. ഗദ്യവും അതുപോലെ തന്നെ എഴുതുന്ന രീതികളും എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു റെട്രിക് എന്ന് പറയുന്ന വർക്കിൽ കൂടുതലും എംഫസൈസ് ചെയ്യുന്നത്. ഹി സേസ് ദാറ്റ് ദ സ്റ്റൈൽ ഓഫ് പ്രോസ് ഇസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദാറ്റ് ഓഫ് പോയട്രി. പദ്യവും ഗദ്യവും തമ്മിൽ ബേസിക്കലി വ്യത്യാസമുണ്ട്. ബേസിക്കായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഫെമിലിയർ വേർഡ്സ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പോയട്രിയിൽ കൂടുതലായിട്ടും അതിൻ്റെ ആ ഒരു ചാം, അതിൻ്റെ ആ ഒരു ഡിഗ്നിറ്റിയൊക്കെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സാണ് യൂസ് ചെയ്യുന്നത്. വെറാസ് പ്രോസ് ഇറ്റ് ഡീൽസ് വിത്ത് എവറിഡേ സബ്ജക്ട്സ്, സോ ഇറ്റ് ക്യാൻ ബേസിക്കലി യൂസ് ഫെമിലിയർ ഓർ കറൻറ്റ് വേർഡ്സ്. ഇപ്പോൾ എസ്സേസ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഏതൊരു പ്രോസ് റൈറ്റിംഗ് ആണെങ്കിലും കഥകളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് അങ്ങ് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് പോയട്രിയെ വെച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്കും അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല. കൂടുതലും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുക. ബട്ട് രണ്ടിലും പോയട്രിയിലാണെങ്കിലും പ്രോസിലാണെങ്കിലും വൺ തിങ് ഇസ് കോമൺ ടു ബോത്ത്, ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് മെറ്റഫർ. രണ്ടിലും ഈ പറയുന്ന കമ്പാരിസൺ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും, വെദർ ഇറ്റ് ഈസ് പ്രോസ് ഓർ പോയം. ഹോപ്പ് യു റിമെമ്പർ ബേക്കൺസ് ഓഫ് സ്റ്റഡീസ്, എസ്സേ ഓഫ് സ്റ്റഡീസ്. ബേക്കൻ്റെ ഏതൊരു എസ്സേ എടുത്ത് നോക്കുകയാണെങ്കിലും ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഓഫ് ട്രൂത്ത് ആണെങ്കിലും ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ആണെങ്കിലും ഓഫ് സ്റ്റഡീസ്, യു മൈറ്റ് ഹാവ് ലേൺഡ് ഓഫ് സ്റ്റഡീസ്, അവിടെയൊക്കെ നമുക്കറിയാം all these are prose writings or essays. The person is known as the father of English essays, Francis Bacon. Still we can see he had used a lot of metaphors. ഒരുപാട് മെറ്റഫർ, ഒരുപാട് കമ്പാരിസൺ അദ്ദേഹം അവിടെ വയ്ക്കുന്നുണ്ട്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അല്ലേ, സം ആർ ടു ബി ച്യൂഡ് ആൻഡ് സ്വാലോഡ്. അപ്പോൾ പുസ്തകങ്ങളെ എങ്ങനെയാണ് ഓരോരുത്തരും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഡിഫറെൻറ്റ് കമ്പാരിസൺസ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത്. വിച്ച് ഹാഡ് എലിവേറ്റഡ് ദാറ്റ് പ്രോസ് റൈറ്റിംഗ് ഇൻ ടു എ ഡിഫറെൻറ്റ് വൺ. അവിടെ ഒരു സാധാരണ ഉപന്യാസം അല്ലെങ്കിൽ സാധാരണ ഒരു എസ്സേ വായിക്കുന്ന പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. വി വുഡ് ബി എൻജോയിങ് ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ് ഓഫ് ദീസ് മെറ്റഫർ. അപ്പോൾ ഇതുപോലുള്ള ഒത്തിരി, അല്ലെങ്കിൽ ചാൾസ് ലാംബിൻ്റെ ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്ന എസ്സേ ആയിക്കോട്ടെ, റിച്ചാർഡ് സ്റ്റീലിൻ്റെ എസ്സേസ് ആയിക്കോട്ടെ, ഒരുപാട് ഇത്തരത്തിലുള്ള E.V. ലൂക്കാസിൻ്റെ ബോർസ് എന്ന് പറയുന്ന എസ്സേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് മനോഹരമായിട്ട് തനിക്ക് പറയാനുള്ള ആശയങ്ങളെ ഈ പറയുന്ന റൈറ്റേഴ്സ് എല്ലാം അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ അതിലൊരുപാട് ഈ പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് സർപ്രൈസിങ് അല്ലെങ്കിൽ നൊവൽറ്റിയൊക്കെ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ടാണ് ആ ആശയങ്ങളെ ആളുകൾ, റൈറ്റേഴ്സ് നമുക്കിടയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നത്. വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചും അരിസ്റ്റോട്ടിൽ വളരെ ഭംഗിയായിട്ടൊരു സജഷൻ ഇവിടെ ഈ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. Words should be arranged in two different ways. He says that it is better to avoid the multiplicity of clauses, parentheses or brackets and ambiguous punctuation.
ഒരുപാട് പങ്ക്ച്വേഷൻ മാർക്കുകളും പാരന്തസിസും ക്ലോസസും ഒന്നും ഒക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്യുകയായിരിക്കും ഒരു ബെറ്റർ റൈറ്റിങ്ങിന് നല്ലത്. Words can basically arranged in two different ways. That is, one is loose style, the other one is periodic style. ലൂസ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു സീരീസ് ഓഫ് സെൻറ്റൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേർ ഓൾ ദീസ് സെൻറ്റൻസസ് ആർ കണക്റ്റഡ് യൂസിങ് ദ കണക്റ്റീവ് വേർഡ്സ് ഓർ കൺജങ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ക്ലോസസ് ഒക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു റൺ ഓൺ ലൈൻസ് അല്ലേ, കണക്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഫോംലെസ് ആയിട്ട് പോകുന്ന റൈറ്റിംഗ് സ്റ്റൈൽ. ദ സെക്കൻഡ് വൺ ഇസ് പീരിയോഡിക് സ്റ്റൈൽ. പീരിയോഡിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോപ്പറായിട്ട് ഒരു ഹോൾനെസ് ഉണ്ടായിരിക്കും. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്ന രീതിയിലുള്ള റൈറ്റിംഗ് സ്റ്റൈൽ. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ഹാവിങ് എ ബിഗിനിങ് ആൻഡ് ആൻ എൻഡ് വിത്ത് എ പ്രോപ്പർ ലെങ്ത് ഓർ മാഗ്നിറ്റ്യൂഡ്. So from this itself it is understood that he promotes the periodic style. He says that the loose style is less intelligible because it is having a lot of connections. അല്ലേ, കണക്റ്റീവ് വേർഡ്സ് ആയിട്ട് ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഫോംലെസ് ആണ്. കാര്യങ്ങൾ പെട്ടെന്ന് അറ്റ് എ ഗ്ലാൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം പീരിയോഡിക് സ്റ്റൈൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫോളോയിങ് എ ഫോം which can be easily understood. ഒരു മെഷർമെൻ്റ് ഉണ്ട് അവിടെ, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. So which one is better? According to him, the periodic style is better. So words can be arranged in two different ways according to Aristotle. One is the loose style in which one uses connective words and all that. The other one is periodic style in which there will be everything arranged in an order with a beginning, end and with a certain magnitude. That's all about his observations on style. So we had seen that in his rhetoric work, he mentions about the two basic essentials of writing, clearness and propriety. Then he speaks about the use of words, the use of current words, and that is the familiar words and the use of unfamiliar words. He speaks about the common charm for prose and poetry, that is the use of metaphor and all that. And at the end he says about the loose and periodic style. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ചാപ്റ്ററിലെ എല്ലാ ആസ്പെക്റ്റും അരിസ്റ്റോട്ടിൽ പറയുന്ന തുടക്കം മുതൽ പറയുന്ന എല്ലാ ആസ്പെക്റ്റുകളെയും ഒക്കെ സമ്മറൈസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്ലേറ്റോ. Comparing him with Plato, we can see that Plato's approach to literature was that of a social reformer. From the very two functions put forward by Plato, where we can see that the function of art is to mold a character and to promote the well-being of a state, we can see Plato as a social reformer. അപ്പോൾ പ്ലേറ്റോനെ ഒരു സോഷ്യൽ റിഫോമറായിട്ടും അരിസ്റ്റോട്ടലിനെ ഒരു സയൻറ്റിസ്റ്റായിട്ടുമാണ് ഇവിടെ കാണുന്നത്. പ്ലേറ്റോനെ ഒരു മോറലിസ്റ്റായിട്ടും അതേസമയം അരിസ്റ്റോട്ടലിനെ ഒരു എസ്തെറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ആളായിട്ടും ഒരു കോമണറായിട്ടും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അരിസ്റ്റോട്ടിൽ എക്സ്പെക്റ്റഡ് from art what an art can give. That is the very important thing. ആർട്ട് കലയ്ക്ക് എന്താണോ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അതാണ് അരിസ്റ്റോട്ടിൽ എയിം ചെയ്തിട്ടുള്ളത്. കല എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. ഒരിക്കലും അത് പൊളിറ്റിക്സ് ആയിട്ട് കമ്പയർ ചെയ്യരുത് എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യൽ സയൻസ് ഓർ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മാറ്റേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഹി സേസ് ദാറ്റ് പൊളിറ്റിക്സ് വിച്ച് ഇസ് സോഷ്യൽ സയൻസ് ബേസിക്കലി we couldn't compare politics with poetry. Poetry എന്ന് പറയുന്നത് it is a matter for literature and it should be done. Its proper function is to please the reader or the viewer. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെ, വായനക്കാരെയൊക്കെ കേൾവിക്കാരെയൊക്കെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം കല, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് തന്നെ നമുക്കറിയാം he disagrees with the concept of Plato, his viewpoint regarding art. His master's viewpointing is quite different or just the opposite. And we can find the very important concept that he focuses on this poetics, that is catharsis effect, which is not at all harmful, just as his master believed. It is not at all harmful, whereas it is very much effective for the people to get rid of their alien factors that is accumulated in their mind. മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഏലിയൻ ഫാക്ടേഴ്സിനെയൊക്കെ ക്ലെൻസ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു കോൺസെപ്റ്റായിട്ടാണ് അദ്ദേഹം ഈ കഥാസിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ, പ്യൂരിഫിക്കേഷനെ, പെർഗേഷനെ, ആർട്ടിൽ നിന്നും അല്ലെങ്കിൽ ട്രാജഡിയിൽ നിന്നും ഡിറൈവ് ചെയ്ത് വരുന്ന പിറ്റിയും ഫിയറിലൂടെ ഉണ്ടാകുന്ന ഇഫക്റ്റിനെ കണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ആ കഥാസിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഈ ഒരു ഭാഗത്ത് വീണ്ടും സ്റ്റേറ്റ് ചെയ്ത് പോകുന്നു. And it is said that Aristotle had used a kind of historical method. We can see at the beginning of this chapter, he had given the origins of tragedy, epic, and comedy and all that. So ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റിലേക്ക് അത് എവിടെ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വിശദമായിട്ടുള്ള ഡയത്രാംസ് ആർ ദിസ് ഫാലസ് സോങ് സങ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ഓഫ് ഡൈനീഷ്യസ് ആ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോയി ഒരു ചരിത്രമായിട്ടുള്ള പഠനം, ഒരു ചരിത്ര രീതിയെ അവിടെ അവലംബിച്ചിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് he shows himself a master of the historical method by tracing the origin and development of the three art forms, epic, tragedy and comedy. Aristotle had altered the concept of imitation theory. പ്ലേറ്റോയുടെ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കണ്ടതായിരുന്നു, അലഗറി ഓഫ് ദ കേവ് ആൻഡ് ഓൾ ദാറ്റ്. വി ആർ നോട്ട് ലിവിങ് ഇൻ ദ ആക്ച്വൽ റിയാലിറ്റി. ദ ആക്ച്വൽ റിയാലിറ്റി ഈസ് സംവെയർ എൽസ്. ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ് വി ആർ ഇൻ ദ കേവ്, in this cave of all these fake light or fake ideas and all that. ആ റലത്ത് നിന്ന് പുറത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ കണ്ടിരുന്നു. whereas Aristotle says that it is not like that. അവിടെ മാസ്റ്റർ പറഞ്ഞിട്ടുള്ള ഇമിറ്റേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് അരിസ്റ്റോട്ടിൽ കാണുന്നത്. He says that a poet is a grown-up child and child learns a lot of things through imitation. So imitation is not at all harmful, rather it gives pleasure. And he had compared this poetry or art to something philosophical, or he says that it is like philosophy because it gives profound truth. He says that history will give the ideas or concepts about what has happened, whereas poetry, it speaks about what may happen. Thereby he elevates the rank of poetry to that of philosophy. ഫിലോസഫിക്കലായിട്ടുള്ള തലത്തിലേക്ക് കലയെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അരിസ്റ്റോട്ടലിനെ ഒരു സയൻറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നതിന് മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഹി ഹാഡ് പെനിട്രേറ്റഡ് ഇൻ ടു ദ സൈക്കോളജിക്കൽ എലമെൻറ്റ് ഇൻ ലിറ്ററേച്ചർ. ഒരു കഥ നമ്മൾ കാണുമ്പോൾ ആ കഥയിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് അത്രയും വിശദമായിട്ടാണ് അരിസ്റ്റോട്ടിൽ പഠിച്ചിരിക്കുന്നത്. ദർബൈ ഹി സേസ് ദാറ്റ് a good tragic plot should follow all these steps of peripetia and anagnorisis. അവിടെ ഒരു fall ഉണ്ടായിരിക്കണം, അതും റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആയിരിക്കണം. നോട്ട് ഫ്രം ബാഡ് ടു ഗുഡ് ബട്ട് ഫ്രം ഗുഡ് ടു ബാഡ്. എന്നാൽ മാത്രമേ പിറ്റി ആൻഡ് ഫിയർ ഇവോക്ക് ചെയ്യുള്ളൂ. ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന സ്പെക്ടേറ്ററിൻ്റെ ഉള്ളിൽ പിറ്റിയും ഫിയറും ഇവോക്ക് ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ പെർഗേഷൻ നടക്കുകയുള്ളൂ. അത് തിരിച്ചറിയപ്പെടുകയും വേണം. അനഗ്നോറിസിസം നടക്കണം, ക്ലെൻസിങ് ഇഫക്റ്റ് നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ട്രാജിക് ഹീറോയ്ക്ക് ഹമേഴ്ഷ്യ ഉണ്ടായിരിക്കണം, അയാൾക്കൊരു ട്രാജിക് ഫ്ലോ വേണം. ആൻഡ് ഹി ഷുഡൻ ബി നൈദർ ടു ഗുഡ് നോർ ടു ബാഡ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ സൈക്കോളജിക്കലായിട്ടും കൂടെ ലിറ്ററേച്ചറിനെ നോക്കിക്കാണുന്ന ഒരു അപ്രോച്ചാണ് അരിസ്റ്റോട്ടലിൻ്റെ ഈ പറയുന്ന പഠനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്. സോ വൈൽ ഗോയിങ് ത്രൂ അരിസ്റ്റോട്ടിൽസ് വർക്ക്സ് ഓർ അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് we can see that he had gone in detail regarding tragedy, comedy and epic. ഈവൻ എപ്പിക്കിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും എപ്പിക് എങ്ങനെയാണ് എപ്പിക്കിൻ്റെ ട്രാജഡിയെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് എപ്പിക് ട്രാജഡിയേക്കാളും ബെറ്ററായിട്ട് നിൽക്കുന്നത്, എവിടെയൊക്കെയാണ് ട്രാജഡിയെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ എപ്പിക്ക് തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ ഒരു തുലാസിലിട്ട് രണ്ടിനെയും അളന്ന് വളരെ ഭംഗിയായിട്ട് വിശദമായിട്ടാണ് അരിസ്റ്റോട്ടിൽ ഈ ഒരു വർക്കിൽ പ്രതിപാദിക്കുന്നത്. ആസ് വെൽ ആസ് കോമഡിയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും അവിടെ ഈവൻ നമ്മൾ കൊടുക്കുന്ന പല നെയിംസ്, ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന നെയിംസ് പോലും അവിടെ എങ്ങനെയൊക്കെയാണ് കോമഡി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതും ഒരിക്കലും മെലീഷ്യസ് ആയിട്ടുള്ള ലാഫ്റ്ററിലേക്കല്ല, ഹാംഫുൾ ആയിട്ട് കോമഡി മാറാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനങ്ങളും അരിസ്റ്റോട്ടലിൻ്റെ ഈ ഒരു ഓഡിയൻസ് സൈക്കോളജി, അമേരിക്കൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഓഡിയൻസ് സൈക്കോളജി അളന്നുകൊണ്ട് തന്നെയാണ് അരിസ്റ്റോട്ടിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ ചെറിയ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ വി ക്യാൻ സീ ദ ലിമിറ്റേഷൻസ് ഓഫ് അരിസ്റ്റോട്ടിൽസ് ഒബ്സർവേഷൻസ് ഓൾസോ. അപ്പോൾ ഇത്രയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് പറഞ്ഞു, ഡിഫറെൻറ്റ് ഒബ്സർവേഷൻസ് പറഞ്ഞു. ഒബ്സർവേഷൻസ് ഓൺ പോയട്രി, ഒബ്സർവേഷൻസ് ഓൺ ട്രാജഡി, ഓൺ കോമഡി, ഓൺ എപ്പിക് ആൻഡ് ഹിസ് കമ്പാരിസൺസ്, ഒബ്സർവേഷൻസ് ഓൺ സ്റ്റൈൽ, ഹിസ് പ്രൊമിനൻസ്, എവറിത്തിങ്.
And at the end, we can see we should highlight, or there is a need to pinpoint certain or few limitations of his observations. The first thing is that he had given much importance to tragedy than it deserves. അർഹിക്കുന്നതിനേക്കാൾ അധികം ട്രാജഡിയെ ഒരുപാട് അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. whereas we can see a lot of epics to be boast of. ഒരുപാട് ലോകത്ത് ഒത്തിരി എപ്പിക്കുകൾ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ആ എപ്പിക്കിനെയൊക്കെ സെക്കൻഡ് റാങ്കിലേക്കാക്കി, അത്രയും മഹത്തായ ഉദാത്തമായിട്ടുള്ള ഇതിഹാസ കാവ്യങ്ങളെയൊക്കെ രണ്ടാം നിരയിലേക്ക് മാറ്റി എപ്പിക്കിനെ ഒരുപാട് അനാവശ്യമായിട്ട് പ്രൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ലിമിറ്റേഷനായിട്ട് കാണുന്നത്. The second point is regarding unity of action. It says that it's very difficult to follow a unity of action in the epic, because epic is too lengthy ആയിട്ടുള്ള എപ്പിക്കിൽ എങ്ങനെയാണ് യൂണിറ്റി ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇഫ് വൺ കുഡ് ഡു ദാറ്റ്, then definitely it would beat tragedy. അപ്പോഴും അവിടെ എപ്പിക്ക് തന്നെ വിജയിച്ച് നിൽക്കുന്നൊരു ഘട്ടം വരും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, he had praised a lot on Homer's Iliad and Odyssey and all that for the artistry in plot, character, thought and diction. At the same time, he hasn't given much importance to the famous tragedian of his time, that is Sophocles. Sophoclesന്റെ ട്രാജഡീസിനെ കുറിച്ച് ഒരുപാടൊന്നും അദ്ദേഹം പറയുന്നില്ല. അതേസമയം എപ്പിക്കിനെ കുറിച്ചാണ് കൂടുതലും ബോസ്റ്റ് ഓഫ് ചെയ്യുന്നത്, കൂടുതലും കാര്യങ്ങളെ സൈറ്റ് ചെയ്യുന്നത് എപ്പിക്കിൽ നിന്നാണ്. ലിറിക് പോയട്രിയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഒന്നും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഒരു മേജറായിട്ടുള്ള ലിമിറ്റേഷനായിട്ട് കാണുന്നത്. ദ ഒമിഷൻ ഓഫ് ദ ലിറിക്, എ മേജർ poetical form right from the earliest times in a treatise concerning poetry. So he was speaking about poetry and its importance and its philosophical realm and all that. Still he had omitted lyric poetry എന്നുള്ളതാണ് the other important limitation. And it is said that in the poetics itself there is a lot of incompleteness. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാം പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, ആ ഒരു അപൂർണതയെ ഒരു കുറവായിട്ട് കണക്കാക്കുന്നുണ്ട്. This incompleteness in poetics to explain everything in detail, that is the last limitation to point out. Thereby we wind up these classical philosophers and their concepts, which is a rich work to be evaluated when we begin criticism or theory or literature, basically as a literature student. അപ്പോൾ ഏറ്റവും ഇതുവരെയുള്ള വർക്ക്സ് അല്ലെങ്കിൽ ഇതുവരെയുള്ള സാഹിത്യ പഠനങ്ങളിൽ ഏറ്റവും നമ്മൾ തുടക്കം കുറിക്കുന്നത് തന്നെ പ്ലേറ്റോയിൽ നിന്നും അരിസ്റ്റോട്ടിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ഗ്രീക്ക് ക്ലാസിക്കൽ ഫിലോസഫേഴ്സിൽ നിന്നുമാണ്. കാരണം അത്രയും അബണ്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഹ്യൂമൻ വേൾഡിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ലിറ്റററി വേൾഡിലേക്ക് അവർ നടത്തിയിരിക്കുന്നത്. അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ അനാലിസിസ്, ദിയർ ഒബ്സർവേഷൻസ്, എവറിത്തിങ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് മച്ച് ടു ദ ലിറ്റററി വേൾഡ്, തിയറി ആൻഡ് criticism. So thereby we wind up Plato and Aristotle by today's class. Thank you everyone. See you all in the next class. Hopefully, take care, be safe.